ഇളങ്കാറ്റിലെവിടെയോ തേങ്ങാ കുലകളാടുന്നു. ആടിക്കോട്ടെ, തേങ്ങാക്കുലയാകുമ്പോൾ ആടും. ചെന്തെങ്കിലും ആടും ആടും ആടും. എന്താണ് നീ ചെങ്കൊടിയാണെങ്കിൽ ഞാൻ അതിനെ ഇളക്കി മറിക്കുന്ന കാറ്റല്ലോ. കാറ്റത്ത് പാറിക്കളിക്കുന്ന ചെങ്കൊടിയേ. എന്താ ഇത്? ഞങ്ങളുടെ മന്ത്രിയുടെ കവിത കളിയാക്കുന്നില്ലേ? ആര് പറഞ്ഞു? ഞാൻ സ്വന്തമായിട്ട് കവിത എഴുതാൻ പോടൂ. ചെവപ്പിനെ സ്നേഹിച്ച മറ്റേ പിന്നെ നിങ്ങൾക്ക് മാത്രം ഉണ്ടാക്കാൻ പാടുള്ളൂ. സഖാവിന്റെ സഖാത്തി എന്നൊക്കെ പറഞ്ഞു നമുക്കും ഉണ്ടാക്കാവടോ കവിത. ഞങ്ങളുടെ മന്ത്രി എഴുതിയ കവിത ഇവിടെ ആരും കളിയാക്കുന്നു. ഒന്നാം ക്ലാസ്സിലെ കാലത്തെ ഇളങ്കാറ്റാകിൽ ഞാൻ അതിൽ ഇളകുന്ന ഒരില, നീ ഒഴുകുന്ന പുഴയെങ്കിൽ ഞാൻ അതിൽ ഇളകുന്ന ഓണം, നീ തളിർതിന്നു പാടുന്ന കിളിയെങ്കിൽ ഞാൻ കിളിപ്പാട്ട്, നീ മാനത്തുതിച്ച ചന്ദ്രനെങ്കിൽ ഞാൻ നറുനിലാവ്. ഇതിന് എന്താണ് കുഴപ്പം? ചന്ദ്രൻ വേണ്ടായിരുന്നു, സൂര്യനായിരുന്നെങ്കിൽ മൂന്നാമത്തെ ടൈമിൽ ഒരു മന്ത്രി കസേരയും കൂടെ പിന്തുരു കിട്ടിയേനെ. അയ്യോ, നീ ചന്ദ്രനെ മാറ്റി നിങ്ങൾ സൂര്യനാക്കണമായിരുന്നു. നീ തേന്മാവിലെ മാങ്കനിയെങ്കിൽ ഞാൻ അതിൽ മധുരം, നീ ചെഞ്ചോര നിറമാർന്ന ഹൃദയമെങ്കിൽ ഞാൻ അതിന്റെ മിടിപ്പ്. ഇതിലെവിടെയാണ് നിങ്ങൾക്ക് കളിയാക്കാൻ? നിറമാർന്ന ഹൃദയമെങ്കിൽ ഞാൻ അതിന്റെ മിടിപ്പ്. ഇതിലെവിടെയാണ് കളിയാക്കാനിരിക്കുന്നത്? എന്തിനിങ്ങനെ കളിയാക്കുന്നു? നമുക്ക് ഒന്നാം പിണറായി സർക്കാരിൽ നമുക്കൊരു ഒന്നാം പിണറായി സർക്കാർ എന്ത് കുഴപ്പം? ഒന്നാം പിണറായി സർക്കാരിൽ നമുക്കൊരു കവിത എഴുത്തുകാരൻ ഉണ്ടായിരുന്നല്ലോ. അതെ, സുധാകരൻ, ജി സുധാകരൻ സഖാവ്. ഉറക്കം ആ ഒരു വിഷമം നമുക്ക് രണ്ടാം പിണറായി സർക്കാരിൽ ഉണ്ടായിരുന്നു. പക്ഷേ അത് ഈ ടേമിന്റെ അവസാന വർഷത്തിൽ മന്ത്രി ബിന്ദു നമുക്ക് വേണ്ടി തീർത്തു തന്നിരിക്കുകയാണ്. പ്രണയ ദിനത്തിൽ ഒരു കവിത പങ്കുവച്ചതാണോ മന്ത്രി ബിന്ദു ടീച്ചർ? വീടും വിവരക്കേടും മാത്രമല്ല തലയിൽ ചുമക്കുന്നത്, കവിതയും ചുമക്കുവടേ ചുമക്കും. ഞങ്ങൾ കവിത എഴുതി നിങ്ങൾക്ക് ഓഫാണ്. ഇല്ല, നിങ്ങൾ കവിത എഴുതിക്കോ. അത് ശരിയാണ്, അത് റെലവെന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. എന്താ മന്ത്രി ബിന്ദുവിന് ഒരു കവിത എഴുതി കൂടെ? അവരൊരു മന്ത്രി ആണെങ്കിലും ഒരു സ്ത്രീ അല്ലേ? കാൽപ്പനികത, ക്രിയാത്മകത, ക്രിയേറ്റിവിറ്റി, ഇതൊക്കെ ഞങ്ങളുടെ ഉള്ളിലുണ്ട്. ഞങ്ങൾ സഖാക്കളാണ്. കേട്ടിട്ടില്ലേ മറ്റേ കവിത? ഞങ്ങൾക്ക് കാൽപ്പനികതയുമായിട്ട് നല്ല അടുത്ത ബന്ധമുണ്ട്. ഞങ്ങളുടെ ഉള്ളിൽ തുടിക്കുന്ന ഹൃദയം. അവർ പൂവുകളെയും പൂമ്പാറ്റകളെയും സ്നേഹിക്കുന്ന സഖാക്കളാണ്. അതെ, നമ്മളത് കണക്കിലെടുക്കണം. അതുകൊണ്ട് ഒരു 51 വെട്ട് അതവിടെ ഇരിക്കട്ടെ, വെട്ടൊക്കെ അവിടെ ഇരിക്കട്ടെ. നമുക്ക് നിങ്ങളുടെ മന്ത്രി ബിന്ദു കവിത എഴുതുവോ, കഥ എഴുതുവോ, കഥാപ്രസംഗം കാണിക്കുക, എന്താ വേണേ കാണിച്ചോ. അതിന് സ്വാതന്ത്ര്യമുള്ള നാടാണ് നമ്മുടേത്. മനസ്സിലായോ? ആരും കൈ പിടിക്കാൻ വരത്തില്ല. പക്ഷേ ഒരു അധികാര കസേരയിൽ ഇരിക്കുമ്പോൾ ചെയ്യേണ്ട ജോലികൾ കൃത്യമായി ചെയ്തിട്ട് കൂടി വേണം കഥയും കവിതയും എഴുത്തുകളൊക്കെ. ഞങ്ങളുടെ മന്ത്രി ഒരു ജനപ്രതിനിധിയാകുമ്പോൾ ചില ഉത്തരവാദിത്തങ്ങളൊക്കെ ഇല്ലേടേ? മന്ത്രിയുടെ പണി മന്ത്രിയുടെ എന്ത് പണിയാണ് കാണിച്ചോണ്ടിരിക്കുന്നത്? മന്ത്രി വീട് തലേ ചുമക്കുന്നതാണോ മന്ത്രിയുടെ പണി? സ്വകാര്യ സർവകലാശാല നടപ്പിലാക്കാൻ എന്തൊക്കെ ചെയ്യാണ്? വേണ്ട, ഈ സ്വകാര്യ സർവകലാശാലയിലേക്ക് നമുക്ക് പോകണ്ട. എനിക്ക് തന്നെ കുഞ്ചിർത്തി ഇടിക്കും ഞാൻ. മിണ്ടരുത് കേട്ടല്ലോ. ഞാൻ പറഞ്ഞു, എനിക്ക് തർക്കിക്കാൻ വയ്യ. ഞാൻ നിന്ന് കൊള്ളേ. വെറുതെ ആവശ്യമില്ലാതെ തർക്കിക്കാൻ എനിക്ക് വയ്യ. എന്നാ തർക്കിക്കണ്ട. ശരി, ഞങ്ങളുടെ മന്ത്രി എന്ത് ചെയ്തില്ല? ഞങ്ങളുടെ മന്ത്രി നിങ്ങളുടെ മന്ത്രി ഒരു കവിത പങ്കുവെച്ചു. ആ കവിതയുടെ താഴെ എതിർപ്പറിയിച്ചുകൊണ്ടും പിന്തുണച്ചുകൊണ്ടും നിരവധി കമന്റുകളൊക്കെ വരുന്നുണ്ട്. സ്വാഭാവികം. അപ്പോൾ മന്ത്രിയുടെ ഈ കവിതയ്ക്ക് താഴെ ഒരാൾ ഒരു കീച്ചി കഥയോ കവിതയോ കഥാപ്രസംഗമോ കഥകളിയോ ഒന്നും നടന്നില്ലെങ്കിലും വിദ്യാർത്ഥികൾക്ക് സുരക്ഷിതമായി പഠിക്കാനും ജോലി എടുക്കാനുമുള്ള ഒരു അന്തരീക്ഷം മാത്രം ഉണ്ടായാൽ മതി സേറെന്ന്. ഇവിടെ പഠിക്കാൻ അന്തരീക്ഷമില്ലേ? കോട്ടയത്ത് നഴ്സിംഗ് ഹോസ്റ്റലിൽ എന്തുവായിരുന്നു നടന്നത്? ഒറ്റപ്പെട്ട സംഭവം. വയനാട് അത് വേറെ ഒറ്റപ്പെട്ട സംഭവം. ഇതുപോലെ നിരവധി ഒറ്റപ്പെട്ട സംഭവങ്ങളുണ്ട്. അപ്പൊ നിങ്ങളുടെ മന്ത്രി ബിന്ദു അതിന് മറുപടി കൊടുത്ത എന്തുവാ? അതെന്റെ വകുപ്പിന് കീഴിലുള്ള വകുപ്പല്ലെന്ന്. എന്റെ കീഴിൽ വരുന്ന വകുപ്പല്ല, അതുകൊണ്ട് ഞാൻ പറയില്ലെന്ന്. ഞങ്ങളുടെ മന്ത്രി ഹയർ എഡ്യൂക്കേഷൻ അല്ലേ? ഇവിടുത്തെ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ആര്? വി ശിവൻകുട്ടിയല്ലേ ഇതൊക്കെ നോക്കേണ്ടത്? ഞങ്ങളുടെ ഹയർ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ആണോ അതൊക്കെ നോക്കേണ്ടത് തന്നെ? എടാ, വിവരക്കേട് നിങ്ങളുടെ കൂടപ്പുറപ്പാണോ? എനിക്കറിയാം. എടാ, വിവരമുള്ള ഒരുത്തനെങ്കിലും ഉണ്ടോടോ? അതല്ലേ മന്ത്രി പറഞ്ഞത്? മന്ത്രിയുടെ വകുപ്പാണോ അത്? നിങ്ങളുടെ വകുപ്പാണെ മാത്രമേ നിങ്ങൾ അതിനകത്തിൽ അഭിപ്രായം പറയുകയോ ഉണ്ടാക്കുകയും ചെയ്യുള്ളൂ. ഞങ്ങൾ ഞങ്ങളുടെ കാര്യം നോക്കിയാൽ മതി. മറ്റുള്ള കാര്യം മറ്റു മന്ത്രിമാരെ ഏൽപ്പിച്ചിട്ടുണ്ടല്ലോ. എല്ലാരും ഞങ്ങൾ തന്നെ നോക്കിക്കൊണ്ടിരിക്കണോ?
ഞങ്ങള് റാങ്കിങ്ങിന് ശക്തമായ നടപടി നിങ്ങൾ എന്ത് ശക്തമായ നടപടിയാണ് സ്വീകരിച്ചത്? സ്വീകരിക്കാൻ നിർദ്ദേശം നിങ്ങൾ പൂക്കോട് സിദ്ധാർത്ഥൻ കൊല്ലപ്പെട്ട സംഭവത്തിന് ശേഷം നിങ്ങളുടെ ഭരണകൂടത്തിന്റെ ഉറപ്പായിരുന്നു ഇനി ഒരു സിദ്ധാർത്ഥൻ ഇവിടെ ഉണ്ടാകില്ല. എന്തുറപ്പാണ് നിങ്ങൾ എന്താണ് അതിൽ പാലിക്കപ്പെട്ടിട്ടുള്ളത്? ഞങ്ങൾ കോട്ടയത്ത് നടന്ന സംഭവം എന്തുവാ? അത് പിന്നെ നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ ഹോസ്റ്റൽ മുറിയിൽ എന്തിനാണോ മാരകായുധങ്ങൾ? അതാ പിള്ളേർ ചോദിക്ക്. ഈ പിള്ളേര് എവിടെ ഉള്ളതാ? ഈ പിള്ളേർ ഏത് സംഘടനയുടെ ഭാഗമാണ്? ഞങ്ങളുടെ സംഘടനയിലല്ല. ഉണ്ടല്ലോ ആ ഹോസ്റ്റലിൽ സമ്മതിക്കുന്നു. ആ ഹോസ്റ്റലിൽ നിങ്ങളുടെ സംഘടനയ്ക്ക് വലിയ ഇതൊന്നുമില്ല. പക്ഷെ ആ അവന്മാരെ രക്ഷിക്കാൻ വേണ്ടി വന്ന കുറെ എണ്ണം ഉണ്ടല്ലോ, വാല് പറഞ്ഞ കുറെ എണ്ണം. ഈ വള്ളി പറഞ്ഞ ഇവന്മാരെല്ലാം കൂടെ ഏത് സംഘടനയിലുള്ളതാ? SFI അനുകൂലികളാണോ? ഇടതുപക്ഷത്തിന്റെ അനുകൂലികളാണോ? ഇന്ന് നിങ്ങളുടെ മറ്റേ നഴ്സിംഗ് കോളേജിലെ നിങ്ങളുടെ പ്രധാന നേതാവ് വളവള വർത്തമാനം പറഞ്ഞുകൊണ്ട് വന്നായിരുന്നല്ലോ. അതെ, ഞാൻ അങ്ങനെ ഒരു ഓഡിയോ അയച്ചിരുന്നു. മാധ്യമങ്ങൾക്ക് മുൻപിൽ വിദ്യാർത്ഥികൾ ആരും സംസാരിക്കാൻ പോകരുത്, മാധ്യമങ്ങൾ സമീപിച്ചാൽ ഒന്നും പറയാനില്ല എന്ന് പറയണം, എല്ലാവരും ഒറ്റക്കെട്ടോടെ നിൽക്കണം എന്ന് ഞാൻ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇട്ടിരുന്നു എന്നും പറഞ്ഞുകൊണ്ട് ഒരുത്തൻ അത് ഏറ്റെടുക്കാൻ വന്നല്ലോ. അവൻ എന്തോ പറഞ്ഞത്? പരീക്ഷാകാലം ആയതുകൊണ്ട് കുട്ടികൾക്ക് വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് മാധ്യമങ്ങളോട് പ്രതികരിക്കേണ്ട എന്ന് ഞാൻ പറഞ്ഞതെന്ന്. അതെ, വിശ്വസിച്ചു. അങ്ങ് തൊണ്ട തൊടാതെ അങ്ങ് വിഴുങ്ങി നമ്മള്. ആരോഗ്യ സർവകലാശാലയ്ക്ക് കീഴിലുള്ള സ്ഥാപനത്തിലാണ് ഈ സംഭവം നടന്നിരിക്കുന്നത്. അതിൽ ഇടപെടേണ്ടത് ആരാണ്? ഇപ്പൊ ഞങ്ങളുടെ ഹയർ എഡ്യൂക്കേഷൻ മിനിസ്റ്ററിന് ഒരു പരിമിതി ഉണ്ട് അതിൽ ഇടപെടാനൊക്കെ. അതേ ഞങ്ങളുടെ മന്ത്രി പറഞ്ഞുള്ളൂ. അതിനെ പൊക്കി പിടിച്ചോണ്ട് ഇവിടെ ആരും വരേണ്ട ആവശ്യമൊന്നുമില്ല. ഈ കാലത്ത് കുട്ടികളില് സ്വഭാവ വൈകല്യം ഉണ്ടാകും. പിള്ളേരായ നമ്മള് തിരുത്താം. പിള്ളേരെ അവന്മാരുടെ വീട്ടിലല്ല ഈ തോന്നിവാസം കാണിച്ചിരിക്കുന്നത്. അത് വളരെ ഒരു സർവകലാശാല ഞങ്ങൾ അടിച്ചങ്ങ് കൊന്നാലെന്തടേ ഇതിനെയൊക്കെ? വീട്ടുകാരാണ് കുട്ടികളെ മര്യാദയ്ക്ക് വളർത്തേണ്ടത്. അതിന് അതും സർക്കാർ ഗുണ്ടായിസവും ക്രിമിനലിസവും കാണിച്ച ഇടമേതാണോ അത് പറയടോ? കോളേജ് അധികൃതർ. കോളേജ് എന്താ അവരുടെ തറവാട്ട് സ്വത്താണോ? കോളേജ് അധികൃതർ ശ്രദ്ധിക്കണമായിരുന്നു. അവിടെ വാർഡനില്ലേ, ഈ ഹോസ്റ്റൽ അധികാരികളില്ലേ, എന്തുണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇത്രയും കാലം? ഈ വാർഡൻ എന്ന് പറയുന്ന ആൾക്കാരെ വായടപ്പിച്ച ആരാണെന്നുള്ളതിന്റെ വിവരങ്ങൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. നിങ്ങളുടെ നേതാക്കന്മാര് വിളിച്ചു പറഞ്ഞിട്ടാണ് വാർഡൻ ഞാനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണ എന്ന് പറഞ്ഞ അവിടെ ഇരുന്നത്. അല്ല അമ്മാതിരി ഡയലോഗ് കൊണ്ട് വന്നാണ്ടല്ലോ മോത പിടിച്ചാൽ തുറന്നിട്ട് വരയ്ക്കും ഞാൻ. എല്ലാത്തിനും വിവരമെന്ന് പറയുന്നത് ഒരു സാധനം ഇതിന്റെ അയലത്തൂടെ പോയിട്ടില്ല. ഞങ്ങൾക്ക് വിവരമില്ല. ഞങ്ങൾക്ക് വിവരമൊക്കെ ഉണ്ട്. കലാലയങ്ങളിലെ സംഘർഷം സംഘാടകർ ജാഗ്രത പാലിക്കണം. ഞങ്ങൾ നിർദ്ദേശിക്കുന്നു. മികച്ച രീതിയിൽ ഓരോന്ന് മുന്നോട്ട് കൊണ്ടുപോകണം. ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാൻ അനുവദിക്കണം. മികച്ച രീതിയിൽ എന്തുവാണ് നിങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്? ഞങ്ങളെല്ലാം നല്ല മികച്ച രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അതിന്റെ ഇടയ്ക്ക് കുറെ പുഴുക്കുത്തുകൾ വരും. അതെല്ലാം ഞങ്ങൾ മാറ്റി. അതുകൊണ്ട് ആരോഗ്യ സർവകലാശാല അതവിടെ നിൽക്കട്ടെ. അത് നിങ്ങളുടെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ വകുപ്പിന് കീഴിൽ വരുന്നതല്ല. ഈ ഇവിടുത്തെ യൂണിവേഴ്സിറ്റികളിൽ നടക്കുന്ന അടി ഇടി വെട്ടുകുത്ത് അത് ആരുടെ വകുപ്പിന്റെ കീഴിൽ വരുന്നതാ? എന്ത് നടപടിയെടുത്തു? പിള്ളേരെ നമ്മൾ വിളിച്ചിട്ട് ഉപദേശിക്കും. നിർത്തരുത്. ഇതിനകത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള അവന്മാരല്ല ഏത് സംഘടന? ഈ SFI എവിടെ പോയി? SFIക്കാരെവിടെ പോയി? ലാസ്റ്റ് SFI. പിന്നെ ഈ പിള്ളേരായ അടി ഉണ്ടാക്കി ഇടി ഉണ്ടാക്കുക. അവര് രാഷ്ട്രീയത്തിലൂടെ വളർന്നു വരട്ടെ. വരട്ടെ. എന്നിട്ട് ഒരു സ്മാരകങ്ങളിലൂടെ പണിഞ്ഞു കൊടുക്കുക. കത്തിക്കുത്തനെ കൊല്ലാനും ചാകാനും ഇറക്കി വിട്ടിട്ട് പിന്നെ പിള്ളേർക്ക് പഠിക്കാൻ വരുന്ന പിള്ളേരെ പോലും പഠിക്കാൻ അനുവദിക്കാതെ ഇവന്മാരുടെ തോന്നിവാസമാണ്. ഏവന്മാരുടെ? നിങ്ങളുടെ SFIക്കാരുടെ. SFI മാത്രമേ ഉള്ളൂ, കേസും ഇല്ല. എല്ലാരും കൂടെ ഞങ്ങൾ SFI മാത്രമേ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുക. ഇപ്പൊ ഈ വിഷയത്തിൽ ഉൾപ്പെട്ടിട്ടുള്ളത് ആരാടോ? ഞങ്ങളെ പ്രതികളും ഞങ്ങളെ സംഘടനയുടെ യാതൊരു ബന്ധമില്ല. എന്താ നിങ്ങളുടെ പ്രതികൾക്ക് സംഘടന? അവന്മാരുടെ ഫേസ്ബുക്ക് കുത്തിപ്പോക്കണോ? ഭാരവാഹിയല്ല. ഈ ക്രിമിനലുകളെല്ലാം SFIയുടെ ആൾക്കാരാ. മിണ്ടരുത് കേട്ടല്ലോ. അതിന് തെളിവുണ്ട് ഇവിടെ. എന്ത് തെളിവ്? അരിവാൾ ചുറ്റിക നക്ഷത്രത്തിന്റെ ഫ്രണ്ടിൽ ഇങ്ങനെ പിടിച്ച് നിൽക്കുന്നവരുടെ ഫോട്ടോ പുറത്ത് വന്നിട്ടുണ്ട്. രാഹുൽ രാജിന്റെ മുഖ്യപ്രതി. ആർഷചേട്ടൻ പറഞ്ഞതായി പ്രതിയൊക്കെ ബന്ധമില്ലെന്ന് ആർഷചേട്ടൻ പറഞ്ഞ് ഞങ്ങള് ഇത് ബന്ധമില്ല. നമ്മളെ ചുമ്മാ കുറ്റപ്പെടുത്താൻ നോക്കാണ്. നമ്മള് ചുറ്റി ഇങ്ങോട്ട് കൊണ്ടുവരണേണ്. ബന്ധമില്ല. ആർഷചേട്ടൻ പറഞ്ഞതാണ്. ഞങ്ങൾക്ക് അതേ പറയാനുള്ളൂ. ഞങ്ങൾ വിദ്യാർത്ഥികൾക്ക് വേണ്ടി നിലകൊള്ളുന്നു. ഈ സർവകലാശാലകളിലെ ഈ മയക്കുമരുന്ന് കടത്തിനെതിരെ വ്യാപകമാണല്ലോ. അതിനെതിരെ നിങ്ങളുടെ സംഘടന എന്തുവാ ചെയ്തു എന്ന് പറഞ്ഞ കേക്കട്ടെ. അത് പിന്നെ നിങ്ങളാണല്ലോ വിദ്യാർത്ഥികളെ ഉദ്ധരിക്കാനും വിദ്യാർത്ഥികളുടെ മറ്റേ സുരക്ഷയ്ക്കും വേണ്ടി ഇറങ്ങി തിരിച്ച അങ്ങ് മറ്റേ വിപ്ലവത്തിന്റെ ആൾക്കാര്. എന്ത് നീക്കം ഉണ്ടായടോ?
അതൊക്കെ നോക്കി എന്ത് നടപടി ഉണ്ടായി? ബന്ധപ്പെട്ട കൈ ഓർത്ത് പിടിച്ച് ഇവർ മറ്റേ ചങ്ങല തീർത്തു. ഞങ്ങൾ ലഹരിക്കെതിരെ രാവിലെ ഇവർ ചങ്ങല തീർക്കും, വൈകിട്ട് ഇവര് കൂട്ടിയിട്ട് കത്തിക്കും. ഞങ്ങൾ കുട്ടികൾക്ക് വേണ്ടി നിലകൊള്ളുന്നവരാണ്. നിങ്ങൾ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ചെയ്ത ഒരു കാര്യം പറയടോ സർവകലാശാലകളിൽ ചെയ്തു, നിങ്ങൾ നോക്കൂ. നിങ്ങൾ എന്തൊക്കെ ചെയ്തെന്നല്ല, എന്ത് ചെയ്തു എന്ന് പറയടോ. കുട്ടിയുടെ പ്രശ്നങ്ങൾ ഞങ്ങൾ മുൻനിരയിലുണ്ടായിരുന്നു. ഏത് കുട്ടികളുടെ പ്രശ്നങ്ങൾക്ക്? അത് കോളേജിലെ കുട്ടികളുടെ എന്ത് പ്രശ്നങ്ങൾക്ക്? അത് അവർ നേടുന്ന അറ്റൻഡൻസ്, അവർ നേടുന്ന ഈ കള്ള മാർക്കിടല്, അതിലൊക്കെ ഞങ്ങൾ എത്രയോ അടിയുണ്ടാക്കിയിട്ടുണ്ട്, എത്രയോ പ്രശ്നങ്ങൾ ഉണ്ടാക്കി. അർഹമായവർക്ക് ഞങ്ങൾ മാർക്ക് വാങ്ങി കൊടുത്തിട്ടുണ്ട്. ആർക്ക് അർഹമായവർക്ക് മാർക്ക് മേടിച്ചു കൊടുത്തത്? ആർഷോയ്ക്ക്, ദിവ്യക്ക്, ഇവർക്കൊക്കെ അല്ലേ നിങ്ങൾ അർഹമായവർക്ക് മേടിച്ചു കൊടുത്തത്? അനീതി എവിടെ കണ്ടു അവിടെ ഞങ്ങൾ പ്രതികരിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ SFI സംഘടന അതിനെതിരെ ശക്തമായി നിലകൊണ്ടിട്ടുണ്ട്. കോളേജിൽ ഈ കേരളത്തിലെ കോളേജുകളെടുത്ത് നോക്കൂ, എത്രയോ കോളേജുകളിൽ ഞങ്ങൾ നീതി നടപ്പിലാക്കിയിരിക്കുന്നു. നീതി എവിടെ? അത് എല്ലാം ലിസ്റ്റ് എടുത്തോണ്ട് കേട്ടോ. പൂക്കോട്ട് ഇവർ നീതി നടപ്പാക്കി. സിദ്ധാർത്ഥനെ പൂക്കോട് മാത്രം പൊക്കി പിടിച്ചോണ്ട് വരാതെ പൂക്കോടോ ബാക്കിയുള്ളതിന്റെ ലിസ്റ്റ് എടുക്കണോ? ഞങ്ങൾ നല്ലത് ചെയ്യുന്നത് നിങ്ങൾ എന്താ കാണാൻ? നിങ്ങൾ എന്ത് നല്ലത് ചെയ്തു? ഞങ്ങൾ നല്ലത് ചെയ്തു. എടാ എന്ത് ചെയ്തു നിങ്ങൾ പോയിന്റ് ആയിട്ട് പറ. അത് എനിക്ക് എങ്ങനെ പറയാൻ പറ്റും? അത് അനുഭവിച്ചവര് പറയട്ടെ. പിള്ളേരുടെ പോയി ചോദിക്കൂ, SFI എന്ന സംഘടന കൊണ്ട് നിങ്ങൾക്കുണ്ടായ നേട്ടം എന്ന് പിള്ളേർ ചെയ്തു കൊടുത്തു എന്ന് പറയേണ്ട ഉത്തരവാദിത്വം നിങ്ങൾക്കില്ലേ? അത് പിന്നെ ഞാൻ നോക്കിപ്പോയി നാളെ സ്റ്റഡി ചെയ്തിട്ട് വരാം. ഞാൻ സ്റ്റഡി ചെയ്തിട്ട് നാളെ വന്ന് ഞാനൊന്ന് ആഴത്തിൽ പഠിച്ചിട്ട് വന്ന് നാളെ വന്ന് പറഞ്ഞു ഞാൻ എന്തൊക്കെ ചെയ്തു എന്ന്. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? പോത്തിനോട് വേദം ഓതിയിട്ട് കാര്യമില്ല എന്ന് നമ്മൾ പറയത്തില്ലേ? ഇതാണ്. ഞാനൊരു SFI ഏത്തപ്പഴ എന്ന് ഏത്തപ്പഴം ഒന്നും കേട്ടിട്ടില്ലേ? അതും ഇതാണ്. അശനെ, ഞാനൊരു SFI പ്രവർത്തക, ഞാൻ സ്ഥിര പ്രവർത്തകയല്ല. അപ്പൊ എനിക്ക് എന്താണ് ചെയ്യുന്നത് പറ്റില്ല. എന്തിനാണ് ഈ HFIക്ക് വേണ്ടി കോരം കൊണയടിക്കാൻ വരുന്നത്? അത് ആ പ്രവർത്തകരെടുത്ത് പോയി ചോദിക്കുക അവരെന്തൊക്കെയാണ് കലാലയങ്ങൾ ചെയ്യുന്നത്. നിങ്ങളെയാണല്ലോ ചർച്ചയ്ക്ക് വേണ്ടി എല്ലായിടത്തും ഉന്തിത്തള്ളി വിടുന്നത്. ഒന്നും ചെയ്യുന്നില്ല എന്നൊന്നും പറയരുത്. എന്ത് ചെയ്തു? ഞങ്ങൾ നല്ലത് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ സർക്കാർ ഇടതുപക്ഷ വിരുദ്ധത, കടുത്ത ഇടതുപക്ഷ വിരുദ്ധത. അവസാനത്തെ ഡയലോഗ് ഇതായി. എവിടെ ചെന്നിട്ടും ഏത് ചർച്ചയ്ക്ക് പോയാലും അവസാനം എടുത്തിരുന്ന കച്ചിത്തുരുമ്പാണ് ഇടതുപക്ഷ വിരുദ്ധത. അതെ, SFI വിരുദ്ധത. ഇടതുപക്ഷത്തിന്റെ കോണം ഇവിടെ വിവരിപ്പിക്കരുത്. പോ 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 പോ. കലാലയങ്ങൾ SFI എന്ത് ചെയ്തു എന്ന് നാളെ ഞാൻ എല്ലാവർക്കും പറഞ്ഞു തന്നിരിക്കും. കാണാം കേട്ടോ. എഴുതിക്കൊണ്ട് പറഞ്ഞേ, മറന്നു പോവരുത്. പോകോ. കോഴി വസന്ത അത് തന്നെ. നിങ്ങളോടൊക്കെ സംസാരിച്ച അന്നത്തെ ദിവസം പോക്കാം. ഒലിക്കയുടെ മൂട്.